ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കും. നീതിമാന്മാരായ സിദ്ധന്മാർ, ജീവനും വേറുത്ത വീരന്മാർ. നീതിമാന്മാരായ സിദ്ധന്മാർ, ജീവനും വേറുത്ത വീരന്മാർ. വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാക്കി പ്രവാചക പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യമാണല്ലോ കഴിഞ്ഞ 2 ദിവസങ്ങളിലും നമ്മൾ ചിന്തിച്ചത്. ഇവിടെ ലേവിയോടുള്ള എൻ്റെ നിയമം നിലനിൽപ്പാൻ തക്കവണ്ണം ഞാൻ ഈ ആജ്ഞ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയും. ലേവിയോടുള്ള എൻ്റെ നിയമം. ലേവ്യ പുസ്തകം 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ആവർത്തിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തുകയാണ്, ലേവ്യർ എനിക്കുള്ളവർ ആയിരിക്കണം എന്ന്. ഞാനത് ഇങ്ങനെ തന്നെ പറയട്ടെ. ഒന്നാമത് ലേവ്യരോടുള്ള എൻ്റെ നിയമം എന്ന് ദൈവം പറയുമ്പോൾ ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം എന്ന്. അപ്പോൾ ഏതൊരു ലേവ്യനും ദൈവത്തിനുള്ളതാണ്. അവൻ തനിക്കുള്ളവനല്ല. ലേവ്യൻ തനിക്കോ തൻ്റെ ഗോത്രത്തിനോ തൻ്റെ കുടുംബത്തിനോ വേണ്ടിയുള്ളവനല്ല. അവിടെ വായിക്കുന്നത് ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം. ഇപ്പം ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം എന്ന് ദൈവം പറയുമ്പോൾ ലേവ്യരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം ഒന്ന് നോക്കണേ. മറ്റെല്ലാ ഗോത്രക്കാരെയും തള്ളിയിട്ട്, അല്ലെങ്കിൽ അവർ തള്ളിക്കളഞ്ഞു എന്നല്ല കേട്ടോ, മാറ്റി നിർത്തിയിട്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഈ ഗോത്രത്തെ തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് ദൈവം പറയുകയാണ്, അവർ എനിക്കുള്ളവരാ, എൻ്റേതാ, എൻ്റെ സ്വത്താ, എൻ്റെ മാത്രമാ എന്നാ ദൈവം പറയുന്നത്. എന്തോ ഒരു പദവി അവർക്ക് ദൈവം കൊടുത്തേ, എന്തോ ഒരു വലിയ സ്ഥാനമാ, എന്തൊരു മഹത്വമാ. മറ്റാർക്കും കിട്ടാത്തൊരു സൗഭാഗ്യം ദൈവം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ അവർ എനിക്കുള്ളവർ, അവർ എനിക്കുള്ളവർ, കർത്താവ് തൻ്റെ പ്രാർത്ഥനയിൽ പറയുന്ന വാക്കാണ്. അപ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ നീ എനിക്ക് തന്നിട്ടുള്ളവർ. അപ്പം അങ്ങനെ എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ് പറയുന്നത്. നീ എനിക്ക് തന്നിട്ടുള്ളവർ. അപ്പം അത് ദൈവമക്കൾ ദൈവത്തിൻ്റെതാണ്. ദൈവമക്കൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ഇനി അവരാരും നഷ്ടപ്പെട്ടു പോകരുതെന്നാണ് പറയുന്നത്. ഈ 17-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ പ്രാർത്ഥന അവിടെ വായിക്കുന്നത് അവരാരും നശിച്ചു പോയിട്ടില്ല എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ വായിക്കുകയാണ്, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല 15-ാം വാക്യം, എന്നാൽ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത് അറിയാവോ?
ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാക്കണം. എന്തുകൊണ്ടാ? അവർ എനിക്കുള്ളവരായതുകൊണ്ടാണ്. അതാ പറയുന്നേ. അപ്പോൾ ദൈവത്തിൻ്റെ സ്വത്ത്, ദൈവത്തിൻ്റെ മക്കൾ അവരാരും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം. അവരാരും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കും. ലേവിയെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണല്ലോ. അവർ എനിക്കുള്ളവർ. ഇപ്പം ലേവിയോടുള്ള നിയമം ഞാനതിങ്ങനെ മനസ്സിലാക്കുന്നു, ഞാനതിങ്ങനെ ചിന്തിച്ച് അത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ലേവിയോടുള്ള എൻ്റെ നിയമത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം, അവർ എനിക്കുള്ളവരാണ്. അവർ എനിക്കുള്ളവർ. നാം എല്ലാവരും ദൈവത്തിനുള്ളവരാണ്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവൈതലും ദൈവത്തിൻ്റെ സ്വത്താണ്. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അവകാശികൾ. ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ്. ദൈവത്തോട് ചേർന്നിരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. ദൈവം അവരിൽ വസിക്കുന്നു എന്നുള്ളതാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ 3 അധ്യായത്തിലും 6 വാക്യത്തിലും 6 അധ്യായത്തിലും നാം ആ കാര്യം വായിക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ മന്ദിരം. അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമായിട്ടിരിപ്പാൻ, ദൈവത്തിൻ്റെ സ്വത്തായിട്ടിരിപ്പാൻ, ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകളായിട്ടിരിപ്പാൻ, ദൈവരാജ്യത്തിൻ്റെ അവകാശികളായിട്ടിരിപ്പാൻ, ദൈവത്തിൻ്റേതായിട്ടിരിപ്പാൻ നമുക്ക് ദൈവം ഭാഗ്യം തന്നിരിക്കുക. അതുകൊണ്ടാണല്ലോ എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്ന സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അവൻ നമ്മെ നിറച്ചിരിക്കുന്നു. അന്യർക്ക് ദൈവത്തിനത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അന്യർക്ക് ദൈവം അത് കൊടുക്കുമോ? കൊടുക്കില്ല. അവൻ്റേതായതുകൊണ്ടാണ്, നമ്മൾ അവൻ്റേതായതുകൊണ്ടാണ് അവൻ നമുക്കിതെല്ലാം തന്നിരിക്കുന്നത്. അയ്യോ, എത്ര വലിയ ഭാഗ്യമാ പ്രിയമുള്ളവരെ ദൈവം നമുക്ക് തന്നത്. നാം അവൻ്റെ സ്വത്തല്ലേ? നാം അവൻ്റെ കയ്യിലല്ലേ? നാം അവൻ്റെ കയ്യിൽ എത്ര സുരക്ഷിതവരായിട്ടായിരിക്കും നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ. അതുകൊണ്ടല്ലേ, നാം കർത്താവിൻ്റേതായതുകൊണ്ടല്ലേ അവൻ നമ്മെ ചേർപ്പാൻ മധ്യവാനിൽ വരാനായിട്ടിരിക്കുന്നത്. മറ്റുള്ളവരെല്ലാം തള്ളിക്കളഞ്ഞിട്ട് നമ്മെ ചേർപ്പാനായിട്ട് വരുന്നൊരു കർത്താവ്, തൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുത്ത് ഹൃദയങ്ങളിൽ സമാധാനം നൽകുന്നൊരു ദൈവം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം! നിത്യജീവനെ തന്നിരിക്കുന്ന ഒരു ദൈവം. നോക്കണേ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര ഭാഗ്യശാലികളാ! എത്ര അനുഗ്രഹമാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ജീവിതത്തിൽ ഇതെത്ര ഭാഗ്യം! ഇതെത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്. എത്ര സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നൽകുന്ന ഒരു കുളിർമ നൽകുന്ന ഒരു അനുഭവമാണ്. നാം ദൈവത്തിൻ്റെ സ്വത്താണെന്ന് പറയും. പഴയ നിയമത്തിൽ ലേവിയോട് പറയുകയാണ്, ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം. ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം. നാം രാജകീയ പുരോഹിത വർഗമാണെങ്കിൽ നാം ദൈവത്തിൻ്റെതാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ദൈവത്തിൻ്റേതാണ് എന്നൊരു ചിന്ത ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിൽ വരാറുണ്ടോ? ഞാൻ ദൈവത്തിൻ്റേതാണ്, ദൈവം എന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്, തൻ്റെ രക്തം എനിക്ക് വേണ്ടി മറുവിലയായി നൽകിയതാണ്, ക്രൂശിൽ എനിക്ക് വേണ്ടി ക്രിസ്തു യേശു എൻ്റെ പാപങ്ങളെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ് ദൈവം എന്നെ തനിക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്നത്. അത് നിസ്സാര കാര്യം കൊണ്ടല്ല, തന്നെ എനിക്ക് വേണ്ടി തന്ന് എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഞാൻ എൻ്റേതല്ല, ഞാൻ ദൈവത്തിൻ്റേതാണ്. അങ്ങനെ ഒരു ചിന്ത ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ വരാറുണ്ടോ? അല്ല, ഞാൻ എൻ്റേത് തന്നെയാണ്, ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും, എനിക്ക് എൻ്റെ നിയമങ്ങളുണ്ട്, എൻ്റെ ഇഷ്ടങ്ങളുണ്ട്, എൻ്റെ താല്പര്യങ്ങളുണ്ട്, ഞാൻ അതിനനുസരിച്ച് ജീവിക്കൂ. അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്നവരാണോ നമ്മൾ? ഈ ദിവസങ്ങളിലൊന്ന് ഇരുത്തി ചിന്തിക്കണം പ്രിയരെ. കാരണം തിരുവചനം പറയുന്നു, നാം നമ്മുടേതല്ല, നാം ദൈവത്തിൻ്റേതാണ്.
നമ്മുടെ കർത്താവിൻ്റെതാണ്. അവൻ നമ്മെ വില കൊടുത്ത് വാങ്ങിയിരിക്കുക. അപ്പം അങ്ങനെ നമ്മുടെ കർത്താവ് നമ്മെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നാം എങ്ങനെ നമ്മുടേതാകും? നാം നമ്മുടേതാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകി നമ്മുടെ വഴിയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടല്ലേ പലപ്പോഴും ദൈവസഭയിൽ നാം മലാഖിയിൽ വായിക്കുന്നത് പോലെ കർത്താവിൻ്റെ നിയമം മറന്നുപോയിട്ട്, ഞാൻ കർത്താവിൻ്റേതാണ് എന്നുള്ള കാര്യം മറന്നുപോയിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുകയും ദൈവത്തെ ആരാധിക്കാതെ, ദൈവത്തെ ഭയപ്പെടാതെ, ദൈവസഭയിൽ പോകാതെ, ദൈവവചനം വായിക്കാതെ, പ്രാർത്ഥിക്കാതെ, ആത്മീയമായിട്ട് കൂട്ടായ്മ അനുഭവിക്കാതെ, സഹോദരവർഗവുമായിട്ട് സ്നേഹത്തിലും സന്തോഷത്തിലും പോകാതെ, പിണക്കത്തിലും പരിഭവത്തിലും നമ്മുടെ ഇഷ്ടത്തിനൊത്തവണ്ണം, നമ്മുടെ ആലോചനയ്ക്കൊത്തവണ്ണം, പലപ്പോഴും പിശാചിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നമ്മൾ പോകുന്നത്, നാം പലപ്പോഴും പിശാചിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയോ എന്ന് ചിന്തിക്കണം. അല്ല, നാം ദൈവത്തിൻ്റേത് മാത്രം, നാം ദൈവത്തിൻ്റേത് മാത്രമാണ്. ദൈവസന്നിധിയിൽ നമുക്ക് വീണ്ടും പറയാം, എൻ്റെ കർത്താവേ, ഞാൻ എൻ്റേതല്ല, ഞാൻ മറ്റൊരുത്തിൻ്റേതല്ല, ഞാൻ അങ്ങയുടേതാണ്. അതുകൊണ്ട് അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കും. ലേവ്യർ എനിക്കുള്ളവർ എന്ന് ദൈവം പറഞ്ഞിരിക്കുക. അത് വേറെ ആർക്കും ദൈവം വിട്ടുകൊടുത്തിട്ടില്ല. ദൈവത്തിനുള്ളവർ മാത്രമായി, നമ്മൾ ദൈവത്തിനുള്ളവർ മാത്രമായി വരുന്ന ദിവസങ്ങളിൽ ജീവിക്കാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. ആമേൻ. ദൂതസംഘമാകവേ എന്നേതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ.